ജംഗു എന്ത് ഗ്രാൻഡ് നിനക്ക് മറിയാൻ പറ്റും, വായിച്ച് ചെയ്യാൻ പറ്റും, നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പവറുണ്ട്. ഗ്രാൻഡ് അത് അതെടാ, എനിക്കെല്ലാം വേദന, എനിക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ വരയ്ക്കാൻ, ഡ്രോയിങ് പറ്റും. എനിക്ക് സോങ്സ്, ഡാൻസ് ചെയ്യും. എനിക്ക് ഡാൻസ് നന്നായിട്ട് വ്യത്യാസം വരും. നിങ്ങൾക്ക് വീട്ടിൽ ജംഗു എനിക്ക് എന്ത് വേണം ഉണ്ടാക്കാൻ പറ്റും. അതൊരു സൂപ്പർ പവറാണ്. നിങ്ങൾക്ക് ആര് വേണം രൂപം മാറാൻ പറ്റും. ക്വീൻ അതെ. ശുഗർ എനിക്ക് എയർ വേണം, എല്ലാവർക്കും പറക്കാൻ പറ്റും. നിങ്ങൾ ദിവസം ട്രെയിൻ ചെയ്യണം. അതെ. പിന്നെ നിങ്ങൾക്ക് ജനിച്ച കുട്ടികൾക്ക് പവറുണ്ട്. എന്ത് അതെ നിങ്ങൾ കുട്ടികൾ പവറുണ്ട്. ക്വീനുക്ക് നിങ്ങളുടെ ഡബിൾ പവറാണുള്ളത്. പവർ ഉയിർ കൊടുക്കാൻ പറ്റും. എന്ന് മരിച്ചവർക്ക് അവർക്ക് ജീവനം കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ വൈഫിന് പവർ മരിച്ചവർക്ക് ജീവൻ കൊടുക്കാൻ പറ്റും. അതെ. അവരുടെ മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റും. ആനിമൽസിനെ വെച്ച് അവർക്ക് മനുഷ്യനുണ്ടാക്കാൻ പറ്റും. അവർക്ക് ഭയങ്കര പവറാണ്. ഒരു ലോയർ എന്ന് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അവർക്ക് വന്ന് സ്റ്റോപ്പ് പവറുണ്ട്. നിങ്ങളുടെ വൈഫൊക്കെ മൊത്തം പവറുണ്ട്. നിങ്ങൾക്ക് ഗോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ എല്ലാ പവർ നിങ്ങൾക്ക്. നല്ല ഗുണം ചെയ്താൽ നല്ല ഗുണം ഉണ്ടാകും. ഓക്കെ ഗ്രാൻഡ് ഇപ്പം എന്താ ചെയ്യാം. നിങ്ങളുടെ കുട്ടികൾക്കെല്ലാം പവറുണ്ട്. മനസ്സിലായല്ലോ? ശരി ഗ്രാൻഡ് ഫാത്തിമ ഏതായിട്ട് ഗ്രാൻഡ് നീ ഇവിടെ നിന്നോ. എന്ത് ഗ്രാൻഡ് ഇത് വന്നത്? നിനക്കൊരു പവറുണ്ട്. പറഞ്ഞ നീ ഇവളെ കൂട്ടാളി പറഞ്ഞ ഫ്രണ്ടാണ്. നിനക്കൊരു പവറുണ്ട് ഗ്രാൻഡ്. എനിക്ക് എന്ത് പറ. അതെ നിനക്കൊരു സൂപ്പർ പവറുണ്ട്. അതെ ഗ്രാൻഡ് അതെ ഇപ്പോൾ ഡോക്ടറാണല്ലോ പഠിച്ചത്. അതെ ഗ്രാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നു. അതെ നിനക്ക് ഏത് നോയ് വേണം ഗുണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊരു പവറുണ്ട്. കുറച്ച് ഗുണം ചെയ്യാൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് 3 ഗേൾസ് നിങ്ങൾക്ക് ഒരാൾക്ക് സൂപ്പർ പവറുണ്ട്. നിനക്ക് മരുന്ന് ഗുണം ഉണ്ടാക്കാൻ പറ്റും. അതൊരു പവർ നിനക്കുണ്ട്. ശരി ഫാത്തിമ നിനക്ക് പവറുണ്ടത്. പ്രിയ എൻ്റെ ചേച്ചി നിനക്ക് കുക്കിംഗ് വ്യത്യാസം കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിനക്ക് ആനിമൽസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ പൂജ എന്താ ഗ്രാൻഡ് നീ പൂക്കൾ വെച്ച് എവറിത്തിങ് ഉണ്ടാക്കാൻ പറ്റും. അതെ സോപ്പും പിന്നെ എനിക്ക് അഡ്വെഞ്ചർ ചെയ്യാൻ പറ്റും. അഡ്വെഞ്ചർ പറഞ്ഞാൽ ഗോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു സൂപ്പർ പവർ നിനക്കുണ്ട്. ശരി ഗ്രാൻഡ് ശരി. അതെ നിങ്ങൾ എല്ലാവരും ഒക്കെ കൂടി എല്ലാം നല്ല കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ ആ സൂപ്പർ പവർ യൂസ് ചെയ്താൽ. ഹലോ ജിം അങ്ങനെ 4 കുട്ടികൾ. ശരി നിങ്ങളെ വീട്ടിൽ പോയിക്കോ. ശരി എന്നിങ്ങനെ ദിവസം ചെയ്യും. 6 ഓഫീസിൽ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ശരി ഇങ്ങനെ രാത്രിയായിരുന്നു ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഡ്രൈവിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വണ്ടി ഓട്ടി പോകുമ്പോൾ 6 വീട്ടിൽ ഓഫീസിൽ പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഇതൊരു പഴയ ബിൽഡിംഗ് ആണല്ലോ. നിൻ്റെ പണിയാ. ഒരു മന്ത്രം പറഞ്ഞു. പ്രേതത്തിന് അവിടുന്ന് നശിപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് പ്രോബ്ലം. എല്ലാവരും ശരി. ഹലോ ജിൻ ബോയ്സ് അല്ലേ? ഞാൻ കൊണ്ടുവന്നുള്ളൂ. ശരി ഓക്കെ. ജിന്ന് വേറെ സ്ഥലത്തിന് ഇങ്ങനെ കോട്ടയിൽ ബാക്കിയായി. എന്ത് പറ്റി? ജിൻ സ്റ്റോപ്പ് ചെയ്തു. പ്രേതത്തിൻ്റെ കളിയാണോ? എല്ലാവരും ഞാൻ പറഞ്ഞ മാന്ത്രിക പറയുക പറഞ്ഞ് എല്ലാവരും മാന്ത്രിക പറഞ്ഞ് ആ പ്രേതത്തെ നശിപ്പിച്ചു കഴിഞ്ഞു.
ആ പ്രേതം അവിടുന്ന് ഇല്ലാതായിപ്പോയി. മാന്ത്രികൻ പറഞ്ഞ് ഒരു പൊടി ഊതി പ്രേതം അവിടുന്ന് നശിപ്പിച്ചു പോയി. ജിൻ, ഈ പൊടി എന്ത് പൊടിയാ? അതെ, ഇത് ഞാൻ ഉണ്ടാക്കിയ പൊടിയാ. എന്ത്? ജിൻ ഇത്രയും പൊടി ഉണ്ടാക്കിയോ? ഇല്ല, ഇത് പ്രേതത്തിനെ അലക്കുന്ന പൊടിയാണ്. ഓ, ഇപ്പം എന്തിനാ ഊതിയ? ഒരു പ്രേതം ഉണ്ടായിരുന്നു. പ്രേതമാണോ? രണ്ടുപേരും പേടിച്ചു പോയി. ജിമ്മി പേടിക്കണ്ട ജിമ്മി. എന്തിനാ പ്രേതത്തെ പേടിക്കുന്നത്? പ്രേതം നമ്മളൊന്നും ചെയ്യില്ല. പ്രേതം അങ്ങനെ അവർ പേടിക്കാതെ അവരുടെ സന്തോഷം ഹാപ്പിയായി പോകും. വീട്ടിലേക്കെത്തി ജിൻ ആറും എന്ത് പറ്റി? എടാ, ഞാൻ വരുന്ന വഴിയിൽ പ്രേതം ഉണ്ടായിരുന്നു. അതെ, ഞാൻ വരുന്ന പ്രേതം ഉണ്ടായിരുന്നടാ. നീ ഏടാ? ഞാനൊരു കുട്ടി വീട് കാണുമ്പോൾ പ്രേതം ഉണ്ടായിരുന്നടാ. എന്ത്? അവനെ കടന്നു അവിടെ ഒന്നുമില്ലായിരുന്നു. അതേടാ, ഞാൻ ഈസി വഴിയിൽ വന്നതാ. എന്ത് സിമ്പിൾ വഴി അതിൽ വന്നതാ. അവിടെ പ്രേതം കൊണ്ട് പറയുന്നത് ഇല്ലടാ, വേഗം എത്തണം പറഞ്ഞത്, അതുകൊണ്ട് എത്തിയതാ. നീ ഏത് വഴിയിൽ വന്ന? ഇല്ലടാ, ഞാൻ ഈ മെയിൻ റോഡിലാണ് വന്നത്. ശരി, ഓക്കെ. അങ്ങനെ ആ പ്രേതത്തെ നശിപ്പിച്ച് കുറേ ഹാപ്പിയായി സന്തോഷം വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഹാപ്പി എടി എന്ത് പറ്റിയെടി? എടി മായേൻ്റെ വീട്ടിൽ നോക്കിക്കോ. എടി മായ എന്ത് പറ്റി? മായ വിഷമിച്ച് കരയാൻ നടത്തി. എന്ത് പറ്റി മായ? ഇല്ലടി, സോറിടി, എൻ്റെ ഹസ്ബൻഡ് എന്നെ കണ്ടിക്കുന്നില്ലടി. എൻ്റെ ഹസ്ബൻഡ് പ്ലേ ബോയാണ്. നീ മുമ്പ് ഗേളായിരുന്നു. അത് ഇപ്പോഴല്ല. ഇപ്പോൾ പ്ലീസ് എൻ്റെ ഹസ്ബൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആയ മറ്റോടി. ശരി, വിഷമിക്കണ്ട, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. മായ കുറച്ച് ദിവസം കഴിഞ്ഞ് മായ പ്രഗ്നൻ്റായി. മായ കുട്ടി നന്നായിട്ട് നോക്കാൻ തുടങ്ങി. എടി, എങ്ങനെയുണ്ട് എൻ്റെ ഹസ്ബൻഡ്? ഇല്ലടി, ഞാൻ വന്നതാ. എടി, നിൻ്റെ ഹസ്ബൻഡ് വരപ്പൻകൂടെ നടക്കട്ടെ. ആ കുട്ടി നോക്കാൻ തുടങ്ങി. അവൻ്റെ അച്ഛൻ പറയാൻ തുടങ്ങി. അങ്ങനെ കൊണ്ട് അവനിക്ക് മായൻ്റെ ഹസ്ബൻഡൊക്കെ മായമേലെ ലവ് വന്നു. മായ ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. ഒരുപാട് സങ്കടമായി. മായനെ